ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു മാങ്ങാപ്പച്ചടിയാണ്. അപ്പം മാങ്ങ നമുക്ക് 12 മാസം കിട്ടുമല്ലോ. അപ്പം നമുക്ക് ഈ നല്ല വിളഞ്ഞ മാങ്ങ അധികം പുളിയില്ലാത്ത കിട്ടുമ്പം പച്ചടി ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ മാങ്ങാപ്പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ചോറിനൊക്കെ കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ്. ഒരു ചെറിയ പുളിയും എരിവും ഒക്കെ കൂടെ വരുമ്പോഴത്തേന്. ഇതിനായിട്ട് ഞാനൊരു 2 മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് എടുക്കണം. ആ മാങ്ങ വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണിത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് ചെറിയ പാത്രം ആയതുകൊണ്ടാണ്. ഇനി ആ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. കുറച്ച് കറിവേപ്പിലയോടെ ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത്. അതായത് ആ ഉപ്പ് നല്ലതായിട്ട് ആ മാങ്ങയ്ക്കൊന്ന് പിടിക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കുറച്ച് നേരം. അപ്പോൾ ആ മാങ്ങയിലെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി മാങ്ങയിലെ ഉപ്പും എല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കും. ഇനി നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഞാൻ പകുതി എടുത്തിട്ടുണ്ട്, അതായത് 1 മുറി തേങ്ങ, പിന്നെ 2 ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതാണിത്. നല്ല ഫൈനായിട്ട് അരയണം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞതോട് ചേർക്കാം. ഒരു 3 വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും മുളകും എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം, അതായത് ഒന്ന് ചൂടാകണം നല്ലതായിട്ട്. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വളിച്ചു പോകും, അത് അഴുക്കായി പോകും. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടെ ചേർക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മാങ്ങ ഇട്ടാലും മതി. ഇതിനൊരല്പം വെള്ളം കുറവുള്ളതുകൊണ്ട് ഞാനൊരു അല്പം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മാങ്ങ വേവിക്കാതെയും ചെയ്യാം. അപ്പം ഈ അരപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ അതൊന്ന് നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മാങ്ങ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി മാങ്ങ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ വേണം തിളപ്പിച്ച് വേണേലും എടുക്കാം. 2 രീതിയിലും ഇത് ചെയ്യാം. രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം നമ്മുടെ മാങ്ങാപ്പച്ചടി കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ കൂട്ടാൻ നല്ലതാണ്. കാരണം വലിയ പുളിയില്ല.